അച്ഛാ സമയം ഉച്ചയാവാറായി, ഇതുവരെ അവള് വന്നിട്ടില്ല. സർവ്വ പണിയും കിടക്കുന്നു. എടാ നീ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക്, അവള് വരുമോ ഇല്ലയോന്നെങ്കിലും ഒന്ന് അറിയാലോ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ തന്നെ താൻ വിളിക്കും. എന്റെ ഡ്രസ്സ് എന്തോരം തേക്കാൻ കിടക്കുന്നോ, എനിക്ക് ഒരുപാട് വഴിക്ക് പോകാനുള്ളതാ. കാശ് കൊടുത്ത് വേലക്കാരത്തി നിർത്തിക്കുന്നേ വീട്ടിലെ പണി ചെയ്യാൻ വേണ്ടിട്ടാ. ജോലി തീർന്നില്ലെന്നുള്ളതാ നിങ്ങളുടെ പ്രശ്നം. പക്ഷെ എന്റെ പേടി അതല്ല. അവള് വല്ല കടുങ്കൈ ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ പേടി. ഈ കോടതി കയറി നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. വേലക്കാരെയാണ് കുറെ മാനമായിട്ട് ഇടപെടണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പുറത്ത് കയറില്ല വേണ്ടത്. ആർക്കറിയാം, ഇനി ജീവിച്ചിരിക്കുകയെന്ന് പറഞ്ഞോണ്ടാ പുള്ളിക്കാരത്തി ഇന്നലെ ഇവിടുന്ന് പോയത്. അതൊക്കെ അവളുടെ സ്ഥിരം ഡയലോഗാ. അങ്ങനെ ചാവാനാണെങ്കിൽ എന്നോ പോയി ചത്തോണ്ടനെ. നീ ആ വണ്ടി എടുത്തൊന്ന് പോയി നോക്കുവോ? ഹലോ, ആ തൊമ്മിച്ചായ ഇപ്പൊ വരുന്നുണ്ടോ? ആ ശരി, പോരെ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. തൊമ്മിച്ചായനാ, അവളെ ഇവിടുന്നാണ്ട് കണ്ടെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആകെ നാണക്കേടെ. എന്തായാലും കിട്ടിയല്ലോ, സമാധാനമായല്ലോ എല്ലാരും അറിഞ്ഞപ്പോ. അവറാച്ച, ഈ പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക വേദന എത്ര നിങ്ങൾക്കറിയാം. ഒരല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഇവളെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു. അവളെ എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പ് ഞാൻ കണ്ടു. ആത്മഹത്യയോ? എന്തിന്? നീ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയേ? എനിക്ക് എന്റെ വീട്ടിൽ ഒരു സമാധാനമില്ല. നിങ്ങളുടെ പാത്രമെങ്കിലും കഴിയും. എന്റെ കുഞ്ഞുങ്ങളെ വളർത്താലോ എന്ന് വിചാരിച്ച ഞാൻ ഈ വേഷം കെട്ടിനിറങ്ങിയത്. എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയില്ലാതിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. സൂസി, ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ലോകത്തിലെ സകല സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് ദൈവം തന്ന ആത്മാവ്. ആത്മഹത്യയിലൂടെ നാം നഷ്ടമാക്കുന്നത് നിത്യജീവനാണ്. ഒരിക്കലും നാം അതിന് അവസരം കൊടുക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നാം ശ്രമിക്കണം കേട്ടോ. നാം കാണാത്തൊരു മുഖമാണ് ഇവർക്കുള്ളത്. ദിവസവും മദ്യപിച്ച് വരുന്ന ഭർത്താവിൻ്റെ മർദ്ദനവും ദാരിദ്ര്യവും ജോലിയിലുള്ള മാനസിക പിരിമുറുക്കും എല്ലാം ഇവളെ ആകെ തകർത്ത് കളഞ്ഞു. നാം മനസ്സിലാക്കണം, സ്ത്രീ ഒരു ബലഹീന പാത്രമാണ്. ബഹുമാനവും സ്നേഹവും നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത്. പ്രായത്തിൽ ഇളയ സ്ത്രീകളെ സഹോദരിമാരായും മൂത്ത സ്ത്രീകളെ അമ്മമാരായും കാണണമെന്ന ദൈവവചനം. കാണുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? അതുകൊണ്ട് അവറാച്ച, ഈ സ്ത്രീയെ അവളുടെ ഉള്ള അവസ്ഥകൾ മനസ്സിലാക്കി ഒരു കുടുംബാംഗത്തെ പോലെ നിങ്ങൾ അവരെ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള സ്ത്രീ പീഡനങ്ങൾ അവസാനിപ്പിക്കുവാൻ നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു.